ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസിനെ വീട്ടിൽ തന്നെ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ പ്ലം കേക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മെഷർമെൻറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒരു കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബൗൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബൗളിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആയിട്ടൊന്ന് അളന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. വെള്ളമൊന്നും എക്സ്ട്രാ ചേർക്കാതെ ഫുള്ളായിട്ടും ഓറഞ്ചിൻ്റെ ജ്യൂസ് മാത്രമാണിത്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ കറുത്ത മുന്തിരി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ അതുപോലെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ള മുന്തിരിയും എടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ടൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ 1/4 കപ്പ് തന്നെയാണ് ടൂട്ടി ഫ്രൂട്ടിയും എടുത്തിട്ടുള്ളത്, അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് ചെറിയും കൂടി, അതും 1/4 കപ്പ് അളവിലാണ്, അതും കൂടി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഒരു 10ഓളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്കൊന്ന് ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അത്രയും സമയം കൊണ്ട് മാത്രമേ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ജ്യൂസിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇന്ന് ഒരു കുറച്ച് സമയം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കാരമലൈസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. കാരമലൈസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമ്മളിപ്പോൾ 250 ml കപ്പിൽ 3/4 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്, അത് നമുക്കിതിലേക്കൊന്ന് ചേർക്കാം. നമ്മുടെ ഈ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കാതെ വേണം കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കാരമലൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവാൻ വേണ്ടി നിൽക്കണ്ട, എങ്കിൽ പിന്നെ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കപ്പ് അളവിൽ നല്ല തിളച്ച വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ചൂടായിട്ടുണ്ടാവണം. ആ ചൂട് വെള്ളം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട് കേട്ടോ. അതല്ല നമ്മൾ പച്ചവെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒരുപാട് ബബിൾസ് വന്ന് ഇതിങ്ങനെ തെറിച്ച് തുടങ്ങും. അപ്പോഴത്തേക്കും അതൊന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. നല്ല തിളച്ച വെള്ളം ആകുമ്പോഴത്തേക്കും അത്രയും അങ്ങനെ നമുക്ക് ഇതാകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെള്ളവും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആ ഒരു കട്ടയെല്ലാം ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയാണ്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം. അതായത് റൂം ടെമ്പറേച്ചറിലായി മാറി കിട്ടണം. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് തണുപ്പിക്കാനല്ല, നല്ലതുപോലെ ഈ ചൂടെല്ലാം മാറിയതിന് ശേഷം നന്നായിട്ട് റൂം ടെമ്പറേച്ചറായിട്ട് വേണം നമ്മുടെ ഈ കേക്ക് മിക്സിലേക്ക് ഇത് ചേർക്കാനായിട്ട്. എന്നാൽ ശരി, നന്നായിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ തണുക്കട്ടെ. ഈ ഒരു സമയം നമുക്കിതുപോലെ ഒരു കേക്ക് ടിൻ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ബോട്ടം ഭാഗത്തും അതുപോലെ തന്നെ സൈഡിലൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിലായിട്ട് ഒരു അല്പം ബട്ടറും കൂടി ഒന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കറക്റ്റായിട്ട് അതിൽ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ഫസ്റ്റിലേ തന്നെ ഇതുപോലെ നമ്മുടെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുത്തേക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ അത്യാവശ്യം ആവട്ടമുള്ള ഒരു ബൗൾ ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 125 ഗ്രാം അളവിലാണ് കേട്ടോ ബട്ടർ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളത് വേണം ചേർക്കാനായിട്ട്. ബട്ടർ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് നമ്മുടെ ബട്ടറിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 1 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 1 മുട്ടയും കൂടി ചേർക്കാം. കൂടെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ക്രീമി ആയിട്ട് കിട്ടിക്കോളും.
ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ 1 കപ്പ് നിറയെ ഞാൻ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അങ്ങനെ 1.25 കപ്പ് അളവിലാണ് നമ്മൾ മാവ് പരിപ്പിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും 3 ഗ്രാമ്പു അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ജാതിക്കയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. അങ്ങനെ പൊടിച്ചെടുത്തത് 1/2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടിയാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 പിഞ്ച് അളവിൽ ഉപ്പും കൂടിയാണ്. ആ ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ അരിച്ചെടുത്ത മാവിൽ നിന്നും 1/4 കപ്പ് അളവിൽ മാവ് ഞാനിപ്പോൾ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കുതിർക്കാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ ഇപ്പോഴും നമ്മൾ ആ ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് ബാക്കിയായിട്ടുണ്ട്. കുറച്ച് ഓറഞ്ച് ജ്യൂസ് ബാക്കിയായിട്ടുണ്ട്. ഈ ഓറഞ്ച് ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലുണ്ടായിരുന്ന കംപ്ലീറ്റ് വെള്ളവും ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മാറ്റിയെടുക്കുമ്പോൾ ഈ ഒരളവിൽ നമുക്ക് ജ്യൂസ് ബാക്കി ഉണ്ടാവും. ഇനി നമുക്ക് നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ 1/4 കപ്പ് അളവിൽ മാവും കൂടി ഇതിലേക്കൊന്ന് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരല്പം മാവ് ഇങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചില സമയത്തെങ്കിലും കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ താഴത്തേക്കിങ്ങനെ അടിഞ്ഞു നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് മാവ് മാത്രം ഒരല്പം എടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബട്ടറിലേക്ക് കുറച്ചായിട്ട് മാവും അതുപോലെ തന്നെ നമ്മൾ കാരമലൈസ് തയ്യാറാക്കി വെച്ചിരുന്നില്ലേ, ആ കാരമലൈസ് ഒരല്പം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കംപ്ലീറ്റ് മാവും അതുപോലെ തന്നെ കംപ്ലീറ്റ് കാരമലൈസും നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് ആയിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ടാകാനും പാടില്ല. ഈ ഒരു ടെക്സ്ചർ ആയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ നമ്മളത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്ററില്ലാതെ തന്നെ ചെറിയൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് 2 സ്റ്റെപ്പായിട്ടാണ് നമ്മളിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കേണ്ടത്. എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടത് നേരെ തന്നെ നമ്മുടെ കേക്ക് മോൾഡിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് സൈഡിലേക്ക് എല്ലായിടത്തേക്കും ഒന്ന് ആകുന്നത് പോലെ ചെറുതായിട്ടൊന്ന് ഈവനാക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് ലൈറ്റായിട്ടൊന്ന് തട്ടി കൊടുക്കണം. കാരണം ഇതിനുള്ളിൽ നന്നായിട്ട് ബബിൾസൊക്കെ ഒന്ന് കുടുങ്ങി കിടപ്പുണ്ടാകും. അപ്പോൾ ആ ബബിൾസൊക്കെ ഒന്ന് മാറാനായിട്ട് നല്ല രീതിക്ക് ഒന്ന് തട്ടി കൊടുക്കാം. ഒരുപാട് തട്ടണ്ട, ചെറിയതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഈ കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറത്തായിട്ട് ഒരു തട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മുടെ കേക്ക് മോൾഡ് ഒന്ന് വെക്കാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടായിട്ടാണ് നമ്മുടെ കുക്കറുള്ളത്. ഇതിന് മുകളിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു വാഷറും ഇടേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള വെയിറ്റും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് വേണം നമുക്കൊന്ന് അടച്ചു വെക്കാനായിട്ട്. മീഡിയത്തിനും ലോക്കും ഇടയിലുള്ള കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് സമയമെടുക്കും. അപ്പോൾ നമുക്കിതൊരു 45 അല്ലെങ്കിൽ 50 മിനിറ്റിന് ശേഷം മാത്രം ഇതൊന്ന് തുറന്നു നോക്കാവുന്നതാണ്. നമ്മുടെ ഈ കേക്ക് ഇങ്ങനെ ഇരുന്നൊന്ന് ബേക്ക് ആകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 55 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്ക് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കത്തി കൊണ്ടോ നമുക്കിതിങ്ങനെ പതുക്കെ ഒന്ന് കുത്തി നോക്കാം. അപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഉണ്ടാവണം. ഈ ഒരു രീതിക്ക് തന്നെ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ റൂം ടെമ്പറേച്ചറിലിരുന്നിട്ട് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടട്ടെ. മോൾഡൊന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ആ തട്ടൊന്ന് എടുത്ത് നമ്മുടെ കുക്കറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കാം. അതുപോലെ തന്നെ ഈ ബാക്കി വന്ന ഈ ഉപ്പ് വന്നിട്ട് നമുക്ക് പിന്നീട് വേറെ ഫുഡിലൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് സൂക്ഷിച്ച് വെക്കാം. അപ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്യുന്ന സമയത്ത്, കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉപ്പ് തന്നെ ഉപയോഗിച്ചിരുന്നാൽ മതിയാവും കേട്ടോ. വീണ്ടും രണ്ടാമത് ഫ്രഷ് ആയിട്ടുള്ള ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു തവണ നമ്മൾ ഉപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തവണ നമുക്കിതുപോലെ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇപ്പോൾ നമ്മുടെ കേക്കെല്ലാം നല്ലതുപോലെ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിന് നമ്മുടെ മോൾഡിൽ നിന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പ്ലം കേക്കാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഈ വരുന്ന ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. നമുക്ക് പുറത്ത് വേണമെന്നുണ്ടെങ്കിലും ഒരുപാട് നാൾ, അതായത് 3 ആഴ്ചയിൽ കൂടുതൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസത്തോളം നമുക്കിത് കേടാകാതെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കാണ് കേട്ടോ. എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.